എപ്പിസോഡ് റിവ്യൂ ആണ്. ആക്ച്വലി സത്യം തുറന്നു പറയാമല്ലോ, എനിക്കിന്ന് രാവിലെ തന്നെ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് തീർത്തും ഇഷ്ടമുണ്ടായിരുന്നില്ല. ലക്ഷ്മിയോട് അവർ കാണിച്ച ഒരു രീതി അത് ടോട്ടലി ഞാനും ഔട്ടായിരുന്നു. കാരണം അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദിലയും നൂറയും ഒരു ഒരു വിഭാഗത്തിൻ്റെ മുഖമാണെങ്കിൽ ലക്ഷ്മി മറ്റൊരു വിഭാഗത്തിൻ്റെ മുഖമാണ്. അപ്പോൾ ലക്ഷ്മിയോട് സപ്പോർട്ടീവായി നിൽക്കുന്ന വ്യക്തിത്വങ്ങളെ അപമാനിക്കുന്ന രീതിയിലായിരുന്നു ഇന്ന് ശോഭ അതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഷോ കൂടുതൽ നേരം കണ്ടുകൊണ്ടിരിക്കണം എന്നുള്ളതൊരു താല്പര്യമില്ലാത്ത ഒരു സെക്ഷനിലേക്ക് ഞാൻ എത്തുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് മൗനമായിട്ടിരുന്നത്. ഒന്നും കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സ് ഒന്നും ഇടാൻ വരാതെ മിണ്ടാതിരുന്നത് അതാണ്. കുറേയധികം ഒക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റിംഗ് ഫീലിംഗ് ആണ് ഉണ്ടായിരുന്നത്. ആൻഡ് അപ്പാർട്ട് ഫ്രം മറ്റ് ഇയറുകളിൽ ഉള്ള ആ ഒരു ഇതുണ്ടല്ലോ, ഈ സെയിം ടാസ്ക് കൊടുക്കുന്നുണ്ടല്ലോ എല്ലാ ഇയറിലും, അതിലൊക്കെ ഉള്ള പെർഫോമൻസിൽ വെച്ചിട്ട് ഇത് കുറച്ച് കാമായിട്ട് പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. അധികം അലമ്പുകളൊന്നും ഇല്ലാതെ കാമായി പോയി എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാമായിരുന്ന ഒരു ഷോയെ കുളമാക്കുന്നതാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ച് ഇതിനകത്ത് അങ്ങനെ ഒരു കുളം ഉണ്ടായിട്ടില്ല. എന്നാലും ഇടയ്ക്കൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ആ ഒരു എപ്പിസോഡ് കണ്ടവർക്കൊക്കെ അറിയാം. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. റിവ്യൂ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. സീരിയസ്ലി ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നത്. ഒരു വ്യക്തിയെ ഹറാസ് ചെയ്യാൻ അയാൾ കുളിക്കാത്തവരാണ് എന്ന് പറയുമ്പോൾ, സ്പെഷ്യലി ഞാൻ കാണുന്നത് അവിടെ ലക്ഷ്മി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റ് ഒന്നും അല്ല. പക്ഷെ ഒരാളെ ഏത് നേരവും നീ പോയി കുളിക്ക് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, മണമാകുന്നു എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞതിനെ വളച്ചൊടിക്കുന്ന ഒരു വൃത്തികെട്ട നയം അവിടെ കാണാനിടയായി എന്നുള്ളതാണ്. ലക്ഷ്മി വീട്ടിൽ കയറ്റില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. വീട്ടിൽ കയറ്റുന്ന കാര്യമല്ല അവൾ പറഞ്ഞിട്ടുള്ളത്. നിന്റെയൊന്നും വീട്ടിൽ പോലും കയറ്റാത്തവർ എന്നാ പറഞ്ഞേ. അവിടെ അക്ബറിനെയും അക്ബറിന്റെ അമ്മയെയും വളരെ നല്ലവരാക്കിക്കൊണ്ട് എന്താണ് ബിഗ് ബോസ് പൊതുസമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്ന് മനസ്സിലാകുന്നില്ല. ആ പെൺകുട്ടിയല്ല അത് പറഞ്ഞിട്ടുള്ളത്. അവളെ ടാർഗറ്റ് ചെയ്യുന്ന എന്തിനാണ്? അവളെ ടാണിഷ് ചെയ്യാണ്, അവളെ ഇല്ലാണ്ടാക്കുകയാണ് നിങ്ങൾ. ഇത്രയും നല്ല സ്ട്രോങ് ആയ വ്യക്തിത്വമുള്ള ഒരു പെൺകുട്ടി അതിനകത്ത് മറ്റൊരാൾ വരുമോ എന്ന് എനിക്കറിയത്തില്ല. അത്രയും സ്ട്രോങ് ആണ് ലക്ഷ്മി. അവളെ അങ്ങ് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവൾ തന്നെ കൺഫ്യൂസ്ഡ് ആകുന്നു. ഞാൻ ജിസലിൻ്റെ ഒപ്പം നിന്നാലാണോ സ്ട്രോങ് ആവുക, ഞാൻ ഒനിലിൻ്റെ ഒപ്പം നിന്നാലാണോ സ്ട്രോങ് ആവുക? കൺഫ്യൂഷൻ ഇട്ട് കൊടുത്തിരിക്കുന്നു. മൈറ്റ് ബി ഇതൊരു ടാസ്ക് ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം ബിഗ് ബോസ്. എന്നാൽ പോലും അവൾ ഒരുപാട് പേരുടെ മുഖമാണ്, സിംഗിൾ പേരൻ്റാണ്. അത് മാത്രമല്ല, നമ്മൾ അവിടെ കാണുന്ന ഓരോ വ്യക്തിത്വവും സൊസൈറ്റിയിലുള്ള ഓരോരുത്തരുടെ പ്രതിച്ഛായകളാണ്. എന്തിനാണ് അവർക്ക് അങ്ങനെ ഒരു ഇൻസൾട്ട് നിങ്ങൾ കൊടുത്തതെന്ന് മനസ്സിലാകുന്നില്ല. ആദില നൂറയ്ക്കുള്ള പ്രിവിലേജ് എന്താണ്? മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു രീതിയിലുള്ള മീൻസ് ഒരു കോമൺ സെൻസ് പോലും ഇല്ലാത്ത രീതിയിലാണ് പല കണ്ടസ്റ്റന്റിനെയും അയാൾ വിളിച്ച് സംസാരിക്കുന്ന ലെവൽ. ഞാൻ പലപ്പോഴും പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ മസ്താനിയെ ചോദ്യം ചെയ്യുന്നുണ്ട്, മസ്താനി ഇൻസൾട്ട് ചെയ്ത് പുറത്തേക്ക് ഇറക്കിയിട്ട് മസ്താനി അഹങ്കാരിയാണ്, അത് ഇതെന്നൊക്കെ പറയുന്നുണ്ട്. ഹൗ കംസ്? അവളുടെ കാര്യമല്ലേ പറഞ്ഞത്? വയറ്റിലേക്ക് കയറി പിടിച്ച ഒരു പെൺകുട്ടിയെ ഇത്രയധികം ഇൻസൾട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം, അതായത് ഐ തിങ്ക് 1 ഇയർ ബിഫോർ ഇപ്പോൾ ഒരു മസ്താനിയെ നമ്മൾ പബ്ലിക്കിൽ ഇൻസൾട്ട് ചെയ്തിരുന്നു. ഒരു വർഷത്തിനിപ്പുറം അവളായിരുന്നു ശരിയെന്ന് അവനെ വീണ്ടും പിടിച്ചപ്പോൾ നമ്മൾ തെളിയിച്ചതാണ്. നമ്മുടെ ബോധ്യത്തിൻ്റെ നിലയിൽ ഒരാളെ നമ്മൾ അപകീർത്തിപ്പെടുത്തുമ്പോൾ, അവഹേളിക്കുമ്പോൾ, പിന്നീട് കാലങ്ങൾക്കിപ്പുറം അവർ ശരിയാണെന്ന് അറിയുമ്പോൾ സോറി പറഞ്ഞിട്ട് കാര്യമുണ്ട്? എനിക്കറിയില്ല. മസ്താനി ബാക്കി അരഗൻസോ ബാക്കിയൊന്നും അല്ല. പക്ഷെ മസ്താനി ഒനിൽ ബേസ് ചെയ്ത് കാര്യം പറഞ്ഞത് ഒരു പെണ്ണിൻ്റെ വേദനയാണ് പറഞ്ഞത്. അതിനെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? ഈ ഷോ പലരുടെയും ജീവിതം വെച്ചാണ് കളിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു, ഒരു വല്ലാത്തൊരു നിരാശ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ റിവ്യൂ ചെയ്യണമോ വേണ്ടയോ അങ്ങനെ ഒരു തലത്തിലേക്ക് വരെ ഞാൻ എത്തിയിരുന്നു. അത്രത്തോളം ഭയങ്കരമായിട്ടൊരു നെഗടിച്ചിരുന്നു ഇന്നത്തെ ഒരു ഷോ, പ്രത്യേകിച്ച് ശോഭ. ആൻഡ് എൻഡ് ഓഫ് ദ മൊമെന്റ് ഞാൻ പറഞ്ഞല്ലോ, എവറിത്തിങ് എല്ലാത്തിനും ഒരു കർമ്മ റിട്ടേൺ കൊടുക്കൂ എന്ന് പറയുന്നത് സ്പോട്ടിൽ തന്നെ കൊടുത്തു എന്നുള്ളതാണ് അനീഷിൻ്റെ രൂപത്തിൽ. എക്സാക്ട്ലി അനീഷ് നമ്മളോട് പറഞ്ഞൊരു കാര്യം എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയതുകൊണ്ട് പറയുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം, എൻ്റെ അഭിപ്രായം പറയാം. അനീഷിൻ്റെ സ്റ്റാച്ചു പറയുന്നു, അനീഷ് അവിടെ സ്റ്റാച്ചു ആയി നിൽക്കുന്നു, അനീഷിൻ്റെ ചുണ്ടുകളിലേക്ക് ജിസേലിനെ കൊണ്ട് ലിപ്സ്റ്റിക് ഇടിക്കുന്നു. യെസ്, ബിഗ് ബോസ് അതാണ് ശ്രമിച്ചത്, ബിഗ് ബോസ് അതാണ് ശ്രമിക്കുന്നത്. നടക്കില്ല. അതാണ് അനീഷ്. ഞങ്ങളുടെയൊക്കെ നാവായി അനീഷ് തിരിച്ചു പറഞ്ഞില്ലേ, അവിടെയുണ്ട്. അവസാനം വന്ന നാറിക്ക് കരഞ്ഞ് അയാളെ കൺവിൻസ് ചെയ്യിക്കേണ്ടി വന്നു. പെണ്ണുങ്ങളുടെ മുമ്പിൽ തോറ്റു കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല.
ആ കണ്ണീരിന് മുമ്പേ അയാൾ തോറ്റു തന്നതാണ്. പക്ഷെ അയാളുടെ നിശ്ചയദാർഢ്യം ഉണ്ടല്ലോ അവിടെയുണ്ട്. അത് തന്നെയാണ് കേരള സമൂഹത്തിൻ്റെ നിശ്ചയദാർഢ്യവും. നിങ്ങൾ പൊലിപ്പിച്ച് ബൂസ്റ്റപ്പ് ചെയ്ത് കൂടെ കൊണ്ട് നടക്കുന്നവരെ സൗകര്യമില്ല അംഗീകരിക്കാൻ എന്ന് തന്നെ പറയും. ഇത്തരത്തിൽ ഫോഴ്സ്ഫുള്ളി അല്ല, ഞങ്ങൾക്കത് മനസ്സിലാക്കി തന്നെ നിങ്ങൾ അംഗീകരിപ്പിക്കൂ. അല്ലാതെ ഇതൊരിക്കലും നടക്കുന്ന കേസല്ല. ആണിനെ പെണ്ണാക്കുകയും പെണ്ണിനെ ആണാക്കുകയും ആണിൻ്റെ ചുണ്ടിലേക്ക് പെണ്ണിൻ്റെ ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്ത് അവനെ നശിപ്പിക്കുകയും നാറിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ സൊസൈറ്റിക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്ത് വാഴയാണ്? നടക്കില്ല എന്ന് അനീഷ് പറയുന്നിടത്തുണ്ട്. അത് അയാൾ മറ്റൊരു രീതിയിലുള്ള ഒരു പ്രശ്നം കൊണ്ടാണ് എന്ന് ലക്ഷ്മി പറഞ്ഞു തീർക്കുമ്പോഴും ലക്ഷ്മിക്ക് പോലും മനസ്സിലാകുന്നില്ല അയാൾ ശബ്ദിക്കുന്ന ലക്ഷ്മിക്കും കൂടെ വേണ്ടിയിട്ടാണെന്ന്. എനിക്കങ്ങനെയാണ് മനസ്സിലായത്. ആ ശബ്ദം ലക്ഷ്മിക്കും കൂടെ വേണ്ടിയിട്ടാണെന്നു. അത് ലക്ഷ്മിക്ക് തിരിച്ചറിഞ്ഞില്ല. ലക്ഷ്മി ഇൻസൾട്ട് ചെയ്യപ്പെടുകയാണ്. അവൾ അതിനകത്ത് ഉറച്ചു നിൽക്കുന്നു, ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു, ഇടയ്ക്ക് പോയി കരയുന്നുണ്ട്. ഒക്കെ ശരി തന്നെയാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ കരയില്ല എന്ന വാശി തന്നെയാണത്. നമ്മളുടെ ബോധ്യങ്ങൾ അത് ശരികളാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ഉറച്ചിരിക്കുന്ന ഒരു തെറ്റുമില്ല. ആ ലോകം കീഴ്മേൽ മറിഞ്ഞാലും ആ ശരികളിൽ ഉറച്ചു നിൽക്കണം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഒത്തിരി ഇപ്പം നമ്മൾ ചരിത്രപരമായിട്ട് എടുത്തു നോക്കിയാൽ പലരും സോറി പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മരണം വരിക്കുന്നത് കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? അവരുടെ ബോധ്യം, അവർക്ക് ഉറപ്പാണത്. ഇതെൻ്റെ ബോധ്യമാണ്, എനിക്ക് എൻ്റെ ശരികളിൽ ഉറച്ചു നിൽക്കാനാണ് ഇഷ്ടം, അതിലെനിക്ക് മരണം വന്നാലും കുഴപ്പമില്ല എന്ന് പറയുന്നില്ലേ? അതിനെയാണ് വീരൻ എന്ന് പറയുക. അത് തന്നെയാണ് അനീഷ് എന്ന് തെളിയിക്കുകയാണ് ചെയ്തത്. അനീഷിൻ്റെ ഈ ഒരു ആക്ട് കണ്ടതോടുകൂടിയാണ് ഞാൻ റിക്കവർ ആയത്. നമ്മളിതൊക്കെ കുറേ പേഴ്സണലി എടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്കോഴ്സ് ഞാനിത് പേഴ്സണലി എടുക്കും. നമ്മൾ പറഞ്ഞത് എന്താണ് ആ കുട്ടികൾ പറഞ്ഞത് എന്താണ്? ഒരു ഫാമിലിയെ എത്രത്തോളം നശിപ്പിക്കാമോ അത്രത്തോളം നശിപ്പിച്ചുകൊണ്ട് രണ്ട് പെൺകുട്ടികൾ വരുന്ന അവരെ നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്ത് ഇതുപോലെ ഒരു പ്രവൃത്തി ഓക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ നാളെ ഇത് പല കുടുംബങ്ങളിലും നടക്കും. കൊട്ടാരക്കര നടന്ന ആ ഒരു സമരത്തിൽ എത്ര പേര് നിങ്ങൾ കണ്ടു? റിയൽ ആയിട്ടുള്ള എത്ര പേരെ കണ്ടു? ഈ വേഷം കെട്ട് ഇത് അനുവദിച്ചു കൊടുക്കരുത്. റിയൽ ആയിട്ടുള്ളവർക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നിയമമുണ്ട്, അവർക്ക് കാർഡുണ്ട്, അവർ മെഡിക്കൽ ഇതെടുക്കും, പരിശോധിക്കും. അപ്പോൾ അതിനകത്ത് അവർക്ക് വ്യക്തമാകും ഇവർക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന്. ഡോക്ടേഴ്സില്ലേ, അവർ ചെയ്തു കഴിഞ്ഞാൽ അവർ പെർമിറ്റഡ് ആക്കി തരുന്ന ഒരു കാർഡുണ്ട്. ആ കാർഡുള്ളവരെ നിങ്ങൾ അംഗീകരിക്കേണ്ടെന്ന് പറയുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ അംഗീകരിക്കാത്തവരാണ്, വീട്ടിൽ കയറ്റാത്തവരാണെന്ന് പറയരുത്. അക്ബറിനെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ പട്ടി ഷോ എത്രയും കാണിക്കുന്ന വൃത്തികെട്ട ബിഗ് ബോസ്? അക്ബറിന്റെ ഉമ്മ ആണ് പറഞ്ഞത്. അവിടെ ആദ്യം ഈ പെൺകുട്ടികളെ അവഹേളിച്ചത് അക്ബറിന്റെ ഉമ്മയാണ്, വേറെ ആരുമില്ല. പുറത്തുനിന്ന് ആരും വന്ന് ആ കുട്ടികളെ അവഹേളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ശോഭയെ പോലുള്ളത് തേർഡ് ക്ലാസ്സിന് വിടേണ്ട കാര്യമൊന്നുമില്ല. അത് ന്യായീകരിക്കാൻ അവർ വന്നത് അവിടെ ഗസ്റ്റായിട്ടാണ്. ഗസ്റ്റിന്റെ വേല നോക്കണം. ക്രൗഡ് പുള്ളി ചെയ്ത് അവിടെ നിൽക്കുന്നതിന് ആ പെൺകുട്ടിക്ക് അത് വിലക്കാൻ പറ്റും. ലക്ഷ്മി അത് നന്നായി പെർഫോം ചെയ്തേനെ. പക്ഷെ ദ വെരി നെക്സ്റ്റ് മൊമെന്റ് പോയി തൂത്തുവാരടി, പോയി തുടക്കടി, നീ കുളിക്കടി എന്ന് ഇൻസൾട്ട് ചെയ്യപ്പെടുന്നത് കണ്ടിരുന്നു. അതിന് കൂടെ നിൽക്കേണ്ടത് ആദിലയാണ്. കാരണം അവര് അതിന്റെ ഓണറാണ്. തൻ്റെ സ്റ്റാഫിനെ മറ്റുള്ളവർ ഇൻസൾട്ട് ചെയ്യുമ്പോൾ അവർക്കൊപ്പം നിന്നുകൊണ്ട് ഇൻസൾട്ട് അല്ല ചെയ്യേണ്ടത്. ഏറ്റവും നല്ല ഒരു അധികാരി എന്ന് പറയുന്നത്, നല്ലൊരു എംപ്ലോയർ എന്ന് പറയുന്നത് അവരുടെ സ്റ്റാഫുകൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അവരുടെ സ്റ്റാഫാണ് അവരുടെ ജീവൻ. കസ്റ്റമർ പിന്നെ വരും പോകും. പെർമനന്റ് ആയിട്ട് അവർക്കൊപ്പം നിൽക്കുന്നവരുടെ സ്റ്റാഫുകളാണ്. അവരെ കൺസേൺ ചെയ്യണം. യഥാർത്ഥത്തിലുള്ള ഒരു നല്ലൊരു മുതലാളി അതാ ചെയ്യുക. ഒരു പക്ഷേ അവർക്ക് അങ്ങനെ ഒരു മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് ഒരു പക്ഷേ സ്റ്റാഫുകളെ കുറച്ച് ഇൻസൾട്ട് ചെയ്യേണ്ടി വന്നാലും പിന്നീട് അവർക്കത് പറഞ്ഞ് ശരിയാക്കാൻ പറ്റണം. ആ ഒരു ബന്ധം ഉണ്ടാകണം. ആ സിറ്റുവേഷനെ എൻ്റെ മുതലാളിക്ക് എന്നോട് അങ്ങനെ പറയേണ്ടി വന്നതായിരിക്കാം എന്ന ചിന്ത ആ സ്റ്റാഫിനുണ്ടായിരുന്നെങ്കിൽ സ്റ്റാഫ് അങ്ങനെ ബസ്റ്റ് ഔട്ട് ആവില്ലായിരുന്നു. ആകെ മൊത്തത്തിൽ അവർ കൊടുക്കാൻ ഉദ്ദേശിച്ചൊരു മെസ്സേജിന്റെ നെഗാണ് അടിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു റിവ്യൂ എന്ന ബേസിൽ എനിക്കിത് പറയാൻ കഴിയത്തില്ല. ഞാൻ ഇന്നത്തെ ഫുള്ള് ഞാനിരുന്ന് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഇടയ്ക്കും തലയ്ക്കും ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒരു പോയിന്റ്സും കിട്ടുന്നുണ്ടായിരുന്നില്ല. ബിക്കോസ് നമ്മൾ ടോട്ടലി ഔട്ടാകുന്ന ഒരു സിറ്റുവേഷനാണ്. ഇന്ന് ഞാൻ ഫേസ് ചെയ്തൊരു കാര്യമാണ്. മെൻ്റലി നമ്മൾ ഭയങ്കര ഡിസ്ട്രാക്റ്റ് ആക്കുന്ന ഒരു കാര്യമാണ്. ഇതെന്താണ് നടക്കുന്നത്? നിങ്ങളെല്ലാം ട്വിസ്റ്റാണ് ചെയ്യുന്നത്. എവറിത്തിങ് ട്വിസ്റ്റാണ് ചെയ്യണത്. പ്രവീൺ പുറത്തു വന്നിട്ട് പറഞ്ഞ കാര്യത്തിനെ പ്രവീണിനെ കൊണ്ട് മാറ്റി പറയിച്ചാൽ മാത്രം പ്രവീൺ പറഞ്ഞത് ഞങ്ങൾ കേട്ടില്ല എന്നല്ല. ഇതേ സാധനം സിബിൻ പുറത്തു വന്നപ്പോഴും സിബിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പുറത്തു വരണമെന്ന് പറഞ്ഞിട്ടില്ല, എന്നെ പുറത്താക്കുകയാണ് ചെയ്തതെന്ന്. പിന്നീട് നിങ്ങളുടെ കോൺട്രാക്ട് കാണിച്ച് അവരെ പേടിപ്പിച്ചുകൊണ്ട് അവരെ മറിച്ച് പറഞ്ഞാൽ ഞങ്ങളാരും വിഡ്ഢികളല്ല, നിങ്ങൾ ഫാസിസത്തിന്റെ ആൾക്കാരുമല്ല, ഞങ്ങളത് അക്സെപ്റ്റും ചെയ്യത്തില്ല. ഈ നാട്ടില് ഞങ്ങൾക്ക് പറയാനുള്ള റൈറ്റ്സ് ഉണ്ട്, കണ്ടാൽ പറയും. നിങ്ങൾ എന്ത് പോക്കർത്തരവും കാണിക്കുക, അത് കണ്ടിട്ട് അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ വ്യക്തിത്വം നഷ്ടപ്പെട്ടവരല്ല, എത്തിക്സ് പണയം വെച്ചവരല്ല ഞങ്ങളാരും. അത് കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കാൻ സൗകര്യമില്ല എന്നാ പറഞ്ഞത്.
ഈ ഒരു സെക്ഷനിലേക്ക് എന്നെ ഒന്ന് കൊണ്ടുപോകാൻ ചുണയുണ്ടോ ബിഗ് ബോസിന്? എങ്കിൽ ബാക്കി ഞാൻ അവിടെ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്ന്. അത്രയ്ക്ക് മോശമാണ് നിങ്ങൾ കാണിക്കുന്നത്. അക്ബർ എന്ന വ്യക്തിയെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പൊക്കത്തരം കാണിക്കുന്നതെങ്കിൽ വളരെ മ്ലേച്ഛമാണ്. ജനങ്ങളെല്ലാം മണ്ടന്മാരാണെന്നാണോ വിചാരം? അക്ബറിന്റെ ഉമ്മ തന്നെയാണ് പറഞ്ഞത് ആ കുട്ടികളെ വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ല എന്നല്ലാതെ ഞങ്ങളാരുമല്ല. അവിടെ വന്ന ആരും ആദിലയോ നൂറയോ നീക്കി നിർത്താൻ പറഞ്ഞിട്ടില്ല. അവരോട് സംസാരിക്കാതെയോ സഹകരിക്കാതെയോ ഇരുന്നില്ല. ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ അനുകൂലിക്കില്ല എന്നാ പറഞ്ഞത്. അവരുടെ സ്വാതന്ത്ര്യമാണ്. അവരുടെ മക്കളെ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ വളർത്താനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അവരുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോയാൽ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. മനസ്സുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു തെറ്റുണ്ടെങ്കിൽ അത് ഏതെങ്കിലും രീതിയിൽ മാറ്റാൻ പറ്റുമെങ്കിൽ അത് മാറ്റാനുള്ള മാർഗമുണ്ടെന്ന്. അപ് ടു സെക്കൻഡ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉള്ള കുഞ്ഞുങ്ങളെ മാറ്റാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് തെറ്റിദ്ധാരണയല്ലേ? എന്തെല്ലാം മാറ്റുന്നു? സയാമീസ് ഇരട്ടകളെ വെട്ടി മാറ്റുന്നു, തലച്ചോറ് മാറ്റുന്നു, തല വെട്ടി മാറ്റുന്നു. എന്തിന്? കാലങ്ങൾക്ക് മുമ്പേ നമ്മുടെ ശിവൻ പോലും അദ്ദേഹത്തിന്റെ മകനിക്ക് പോലും തല മാറ്റി ആനയുടെ തല വെച്ചു കൊടുത്തു. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടക്കത്തില്ലേ? അന്ന് മന്ത്രവും ഇതൊക്കെ കൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ സംബന്ധിച്ചിട്ടുണ്ടാവുക. ഇന്നിപ്പം ടെക്നോളജി ഡെവലപ്പ് അല്ലേ, സാധിക്കത്തില്ലേ? സാധിക്കും. പക്ഷെ നിങ്ങൾക്കതല്ല. നിങ്ങൾ കാണിക്കുന്ന ഈ മ്ലേച്ഛത ഞങ്ങൾ അംഗീകരിക്കണം. അത് മാത്രമല്ല, അനീഷിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പാടി ചാടി ഓടി പോകുന്നുണ്ട്. മറ്റൊരു പുരുഷനെ അവന്റെ സമ്മതമില്ലാതെ അവനെ കയറി കെട്ടിപ്പിടിക്കുകയും ആടി ചാടുകയൊക്കെ ചെയ്യുമ്പോൾ പുരോഗമനവാദത്തിന്റെ മുഖത്തടിയാണ് ഇപ്പോഴത്തെ കണ്ടസ്റ്റൻസ് ഓരോരുത്തരും. ഈ പുരോഗമനവാദം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇത് സീരിയൽ ലോകത്തെ ആൾക്കാരാണ്, കുറെ കൂടെ ഇൻട്രോവേർട്സ് ആയ കുറെ പീപ്പിൾസ് ആണ് ഇപ്പോഴവിടെ ഉള്ളതെന്ന്. എനിക്ക് പക്ഷെ അങ്ങനെ തോന്നുന്നില്ല. അതിൽ ഒരുപാട് പേർക്ക് നല്ല ജനറസ് ആയി കൃത്യമായി ആളുകൾക്ക് കാര്യങ്ങൾ എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്ന ഫ്രീ സെക്സിന്റെയും പുരോഗമനവാദത്തിന്റെയും വക്താക്കളല്ല അവരാരും. അവർക്കൊന്നും അതിൽ താല്പര്യമില്ല. അങ്ങനെ താല്പര്യമില്ലാത്ത മനുഷ്യർക്ക് ജീവിക്കണ്ടേ ഇവിടെ? പുരോഗമനവാദികൾ മാത്രം ജീവിച്ചാൽ മതിയോ? 2K കിഡ്സ് മാത്രം മതിയോ ഈ രാജ്യത്ത്? വേറെ ആരും വേണ്ടായോ? ഞങ്ങൾക്കും ജീവിക്കണ്ടേ? ഞങ്ങളുടെ നിലപാടും ഞങ്ങളുടെ ആറ്റിറ്റ്യൂഡും ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റത്തില്ലേ? അതെന്താ? നിങ്ങൾ വന്നു, നിങ്ങൾ കുറെ പുരോഗമനവാദവും ഫ്രീ സെക്സും കൊണ്ടുവന്നപ്പം ഞങ്ങളുടെ ആറ്റിറ്റ്യൂഡ് കളയണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞങ്ങൾക്കിതിൽ താല്പര്യമില്ല. 3 പേർക്കൊപ്പം ഒരാള്, 4 പേർക്കൊപ്പം ഒരാള്, 2 പേർക്കൊപ്പം ഒരാള്, ഇത്തരത്തിലുള്ള കുൽസിതങ്ങളൊക്കെ പണ്ട് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ അതിനെ എതിർത്തു, ശക്തമായി എതിർത്ത് മാറ്റി കൊണ്ടുവന്നു. ഇന്ന് നിങ്ങൾ അതിലേക്കാണ് നടന്നു നീങ്ങുന്നത്. വൃത്തികേടുകളാണ് നിങ്ങൾ പറയുന്ന പുരോഗമനവാദം. ഞങ്ങൾക്കത് ഗോത്രീയതയായിട്ടാണ് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ വല്ലാത്ത പുച്ഛമാണ് തോന്നുന്നത് ഈ ജനറേഷൻ ആൾക്കാരോട്. എന്ത് വൃത്തികേടാണ് നിങ്ങൾ ഈ പറയുന്നത്? ഒരാളുടെ മുഖത്തേക്ക് അയാളുടെ പെർമിഷൻ ഇല്ലാതെ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് അയാളെ പെണ്ണാക്കാൻ മാറ്റുകയാണോ? സ്ത്രീയാക്കാൻ നോക്കുന്നു. അനുമോൾ അത് സഹിച്ചു. മുഖത്ത് യക്ഷിയാക്കാൻ നോക്കുന്നു. അത് ജിസേലിനെ യക്ഷിയാക്കുന്നതിനുള്ള റിവെഞ്ച് ആയിരിക്കാം. നിങ്ങൾ ആരാണ് അവർക്ക് റിവെഞ്ച് എടുക്കാനായിട്ട്? അങ്ങനെയാണോ ചെയ്യുന്നത്? ഓരോരുത്തർക്ക് ന്യായം വാങ്ങിച്ചു കൊടുക്കാനായിട്ട് തള്ളിക്കൊണ്ടു പോയതാണോ? ലക്ഷ്മിക്ക് എന്ത് ന്യായമാണുള്ളത്? ശോഭ ഇത്രയധികം ഇൻസൾട്ട് ചെയ്തിട്ട് ലക്ഷ്മിക്ക് എന്ത് ന്യായമാണ് ശോഭ ചെയ്യുന്നത്? അനീഷിനോട് മാപ്പ് പറയാൻ കാണിച്ച മനസ്സ് എന്തുകൊണ്ട് ലക്ഷ്മിയോട് കാണിക്കുന്നില്ല? ലക്ഷ്മിക്ക് അവരെ ഇഷ്ടമില്ല എന്ന് പറയുന്നത് അവരുടെ ഇഷ്ടമല്ലേ? അവർക്ക് പേരയ്ക്ക തിന്നാൻ ഇഷ്ടമില്ല, അതുകൊണ്ട് നിങ്ങൾ അവരെ ഇൻസൾട്ട് ചെയ്യുമോ? പേരയ്ക്കയോടുള്ള സ്നേഹമാണോ നിങ്ങൾ അവിടെ കാണിക്കുക? അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവർക്ക് ആ തീട്ടം തിന്നാൻ ഇഷ്ടമില്ല, അതുകൊണ്ട് അവർ പറ്റില്ല എന്ന് പറഞ്ഞു. അവരുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്ന് അവർ പറഞ്ഞു. അതിലെന്താ തെറ്റിരിക്കുന്നേ? അത് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? അവിടെ നെവീൻ നടന്നും കിടന്നും ഒക്കെ തിന്നുന്നു, ബാക്കിയുള്ളവരൊക്കെ പട്ടിണിയാ, കുഴപ്പമില്ല. നെവീൻ എന്താണ് പ്രിവിലേജ്? അവനറിയാം. അവന്റെ കമ്മ്യൂണിറ്റി, അവർ പറയുന്ന ഒരു കമ്മ്യൂണിറ്റി അവരെ സപ്പോർട്ട് ചെയ്യും. അവരെ തൊട്ടാ കുഴപ്പമാ. നിങ്ങളാണ് സത്യത്തിൽ ഈ പറയുന്ന വൃത്തികെട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. എന്ത് തോന്നിവാസം കാണിച്ചാലും കുഴപ്പമില്ല എന്നൊരു ഫോമിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നത്. നല്ല പെട കിട്ടാത്തതിന്റെ കുഴപ്പമാണ്. 4 കൊപ്പം ജീവിക്കാൻ കഴിയാതെ വരുന്നത് അഹങ്കാരമാണ്. എന്നിലെന്തോ പ്രത്യേകത ഉണ്ടെന്ന് കാണിക്കുന്നത് ധാർഷ്ട്യമാണ്. അവർക്ക് ആ ധാർഷ്ട്യമല്ല ഉണ്ടാക്കി കൊടുക്കേണ്ട, ഹംബിൾനെസ് ആണ്. നമുക്കൊപ്പം നിൽക്കാനാണ് അവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അവർക്കൊരു പ്രത്യേകതയോ ഇല്ല. അവർക്കുള്ള ഒരു പ്രശ്നം അത് നമ്മൾ ജനറൽ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അതിനപ്പുറം അവർക്ക് എന്ത് പ്രത്യേകതയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ടോട്ടലി ഡിസപ്പോയിന്റഡ് ആയിരുന്നു. അതാണ് ഞാൻ അധികം വീഡിയോ ഒന്നും ഇടാതിരുന്നത്, മൗനമായിരുന്നത്. എന്താണ് ഈ നടക്കുന്നത്? അവർ ലക്ഷ്മിയും മസ്താനിയും പറഞ്ഞത് വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്നല്ല, നിങ്ങളുടെ വീട്ടിൽ പോലും കയറ്റാൻ പറ്റാത്ത ആൾക്കാരാണ് അവർ എന്നാ പറഞ്ഞേ. അവരെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ഇൻസൾട്ട് ഹെർ ബാക്ക്. ഒരു ശൗര്യം കാണുന്നുണ്ട് ആദിലയുടെ മുഖത്ത്. അത്തരം ക്രിമിനൽ തോട്ടും കൊണ്ട് ആദില പബ്ലിക്കിലേക്ക് വാ, ബാക്കി പബ്ലിക്ക് തരും. ആദിലെ കൈകാര്യം ചെയ്യേണ്ടത് പബ്ലിക്കാണ്. അത്ര അഹങ്കാരമൊന്നും അവൾക്ക് പാടില്ല. ഒരു കുടുംബം നശിപ്പിച്ച പെണ്ണാണ് ആദില.
നൂറയുടെ ഫാമിലി എത്ര വേദനിക്കുന്നുണ്ടാകും. അവളുടെ മാത്രം ഒരു സെൽഫിഷ് തോട്ടിന് വേണ്ടിയിട്ട് ആ പെണ്ണിനെ ബ്രെയിൻ വാഷ് ചെയ്ത് കൂടെ കൊണ്ട് നിർത്തിയ വൃത്തികെട്ടവളാണ് ആദില. അവളെ മുഖത്ത് ആ ദേഷ്യം, നീ ദേഷ്യപ്പെട്ടിട്ടോ നീ അനീഷിനെയോ ഈ ലക്ഷ്മിയോ ടാർഗറ്റ് ചെയ്തത് കൊണ്ട് മാത്രം പൊതുസമൂഹം നിങ്ങളെ ഉൾക്കൊള്ളണമെന്നില്ല, താല്പര്യമില്ല. ഇത്തരത്തിലുള്ള വൾഗാരിറ്റിയെ ഉൾക്കൊള്ളാനല്ല ഇവിടെയുള്ള പൊതുസമൂഹമുള്ളത്. നിങ്ങളിൽ എത്ര പേര് നിങ്ങളുടെ മകളെ മറ്റൊരാൾക്ക് കെട്ടിച്ചു കൊടുക്കും, മറ്റൊരു പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കും? പറഞ്ഞേ, എത്ര പേരത് ചെയ്യും? ചുമ്മാ പുരോഗമനവാദം എഴുന്നള്ളിക്കല്ലേ. ഇതൊന്നും പുരോഗമനവാദത്തിൽ പെടത്തില്ല. അംഗീകാരങ്ങൾ കൊടുക്കുന്നുണ്ട്, തർക്കമില്ല. LGBT കമ്മ്യൂണിറ്റിയെ മനസ്സിലാവും, അണ്ടർസ്റ്റാൻഡബിൾ ആണ്, ഓക്കെ. അവർക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കി. ഹോർമോൺ ഇൻബാലൻസ്, അതിന് സൊല്യൂഷൻസ് ഉണ്ട്. ഇത് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയേക്കാൾ കൂടുതൽ സിയ പവലൊക്കെ ചെയ്തതുപോലെ ചെയ്യുക. അവരവരായിട്ട് നിൽക്കട്ടെ. അവരുടെ ആ ജനറ്റിക് ഇഷ്യൂ മാത്രമല്ലേ പ്രോബ്ലം ഉള്ളൂ. കീറി മുറിച്ച് ദൂരെ കളഞ്ഞ് ഹോർമോൺ കുത്തിവെച്ച് എന്തിനാണ്? നീ അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, അവരങ്ങനെ ചെയ്തോട്ടെ, അത് അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കുറച്ച് ഓവറാണ്. ഇതെല്ലാം ക്യുൽ കമ്മ്യൂണിറ്റി, മറ്റേ കമ്മ്യൂണിറ്റി, ഇതൊക്കെ ഞങ്ങൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്തോളൂ, നിങ്ങളുടെ സ്വാതന്ത്ര്യം. ഞങ്ങൾ അംഗീകരിക്കാതിരിക്കുന്ന ഞങ്ങളുടെ സ്വാതന്ത്ര്യം. ലക്ഷ്മി പൊതുസമൂഹത്തിന്റെ വക്താവാണ്. അനീഷ് നന്നായി റിയാക്ട് ചെയ്തു. അത് ലക്ഷ്മിക്ക് മനസ്സിലായില്ല എന്നുള്ളതേ ഉള്ളൂ. ലക്ഷ്മി മറ്റൊരു കൺസേണിലാണെന്ന് തോന്നുന്നത്, സ്റ്റാർ കിട്ടിയില്ല എന്ന ഒരു കൺസേണാണ് അതിനകത്ത് ഉണ്ടായത്. ഒരുപക്ഷെ അതിലായിരിക്കും അയാൾ കൂടുതൽ ദേഷ്യത്തിൽ വന്നിട്ടുണ്ടാവുക. എന്നാൽ പോലും അതൊരു കറക്റ്റ് സമയത്തുള്ള ഇടപെടലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കി പിന്നെ ഒത്തിരി ഉണ്ട് അതിനകത്ത് പറയാനൊക്കെ, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അതൊന്നും താല്പര്യമില്ല. നിങ്ങൾ തന്നെ പോയി എപ്പിസോഡ് കാണും. ഐ എം സോറി, ഈ എപ്പിസോഡ് ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്. ജസ്റ്റ് കണ്ട കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ആൻഡ് വൺ മോർ തിങ്, എനിക്ക് വന്നൊരു കമൻറ്റിനെ കുറിച്ചുകൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇസ്ലാം കമ്മ്യൂണിറ്റിയാണ് അവരെ അവോയ്ഡ് ചെയ്ത് നിർത്തുന്നതെന്നാണ് പറഞ്ഞത്. ലക്ഷ്മി ഇസ്ലാം അല്ല, അനീഷ് ഇസ്ലാം അല്ല. പോക്കൃത്തരം പറയരുത്, ആലോചിച്ച് പറയുക. ഒരാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളല്ല അവർ ചെയ്തിട്ടുള്ളത്. അംഗീകരിക്കത്തില്ല. തെറ്റിനെ തെറ്റുകൊണ്ടല്ല ശരിയാക്കുന്നത്, തെറ്റിനെ ശരി കൊണ്ടാണ് ശരിയാക്കുന്നത്. അത് മനസ്സിലാക്കുക.